കുലമഹിമയിൽ അച്യുതന് തുല്യനായ ഉച്ചിഹ വംശത്തിൽ ജനിക്കാതെ പോലും അവരുടെ തുറുപ്പുചീട്ടായിട്ടുള്ള മങ്കിക്യോ ഷെരിംഗന്റെ പൂർണ്ണ മൂർധന്യാവസ്ഥയിലെത്തുന്ന സുസാനോയെ ആവാഹിച്ച് ആവിർഭവിച്ച് പൂർണ്ണ ശക്തി പ്രാപിച്ച ഒരു 1.5 നിഞ്ച അങ്ങ് ലീഫ് വില്ലേജിലും ഉണ്ടായിരുന്നു. മരണത്തിനപ്പുറത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു വാഗ്ദാനമായ ഈ കടം വാങ്ങിയ ശക്തി ഉപയോഗിക്കുവാൻ ലീഫ് വില്ലേജിന്റെ കോപ്പി നിഞ്ച അല്ലാതെ മറ്റാര്? അതെ, ഒരു നിമിഷത്തേക്ക് ദൈവമായി മാറിയ, ദൈവങ്ങൾ യുദ്ധക്കളത്തിന് മുകളിൽ നിന്നപ്പോൾ അവരെ എതിരേൽക്കുവാൻ എഴുന്നേറ്റു വന്ന, മഹത്വത്തിനും ശക്തിയും തെളിയിക്കുവാൻ പോരാടാത്ത, അതിജീവനത്തിനു വേണ്ടി മാത്രം ജീവിതം തന്നെ മാറ്റിവെച്ച ദ മാൻ ഹു കോപ്പിഡ് 1000 jutsu. Introducing Kakashi Hatake's Dual Mangekyo Sharingan, the perfect Susanoo. I told you long ago on the road, I got what they waiting for. I don't run from nothing, dog. Get your soul, just tell them they lay low. Okay, fine. കക്കാഷി സുസാനോ ആണ് നമ്മൾ ഇന്ന് പറയുവാൻ പോകുന്നത്. നമുക്കറിയാം, കക്കാഷി എന്ന് പറയുന്നത് ഒരു ഉച്ചിഹയല്ല. കടം വാങ്ങിയ ഷെരിംഗനിൽ ഏറ്റവും കൂടുതൽ ഒരു ഉച്ചിഹ ചെയ്യുന്നതിന്റെ മാക്സിമവും അതിന്റെ അപ്പുറവും ചെയ്ത ഒരു 1.5 നിഞ്ചയാണ് ഈ പറയുന്ന കക്കാഷി സെൻസേ. കക്കാഷിയുടെ സുസാനോനെ എല്ലാവരും തന്നെ അറിയുന്നത് DMS സുസാനോ എന്നാണ്, ഡ്യുവൽ മാങ്കെക്യോ ഷെരിംഗൻ സുസാനോ. ഇത് സത്യം പറഞ്ഞാൽ സീരീസിലെ only once, ഒരിക്കൽ മാത്രമേ അപ്പിയർ ചെയ്യുന്നുള്ളൂ. അതും കാഗുവേ ആയിട്ടുള്ള ഫൈനൽ ബാറ്റിൽ മാത്രം. അത് ആദ്യമായിട്ട് കാണുന്നവർക്കുണ്ടാകുന്ന ഫീൽ എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ തന്നെയായിരുന്നു. ഈവൻ നറൂട്ടോ പോലും സാസ്കയ്ക്ക് കൊടുക്കുന്നുണ്ട്, നിന്നേക്കാളും ബെറ്റർ ആണല്ലോ എന്ന് പറഞ്ഞുള്ള രീതിയിൽ. എന്നിരുന്നാലും ഒരു ഉച്ചിഹ അല്ലാങ്ങിട്ട് പോലും ഒരു പെർഫെക്റ്റ് സുസാനോനെ കാസ്റ്റ് ചെയ്ത കക്കാഷിനെ നമുക്ക് അത്ര വേഗം മറക്കുവാൻ സാധിക്കില്ല. സോ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ്, കക്കാഷി എങ്ങനെയാണ് സുസാനോ അവൈക്കൺ ചെയ്തതെന്ന് അറിയണ്ടേ? ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട്, ഒബീറ്റോയുടെ ചക്ര തന്നെയാണ് സോഴ്സ് എന്ന് നിസ്സംശയം പറയാം. ഒബീറ്റോ മരിച്ചതിന് ശേഷം അവന്റെ സ്പിരിറ്റ് ബ്രീഫ്ലി റിട്ടേൺ ആവുന്നുണ്ട് കുറച്ച് സമയത്തേക്ക്. ഇത് ബോത്ത് മങ്കെക്യോ ഷെരിംഗൻ കക്കാഷിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതായിട്ട് നമ്മളെ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു 6 പാത്ത് ചക്ര എൻഹാൻസ്മെന്റും ഗ്രാൻഡ് ചെയ്യുന്നുണ്ട്. ഫുൾ ഉച്ചിഹ പവർ ടെമ്പററി ആയിട്ട് കക്കാഷിക്ക് കിട്ടുന്നുമുണ്ട്. ഈ ഒരു റയർ സ്റ്റേറ്റിനെയാണ് കക്കാഷി വിത്ത് ഡ്യുവൽ മാങ്കെക്യോ ഷെരിംഗൻ പ്ലസ് 6 പാത്ത് ചക്ര എന്ന് പറയുന്നത് തന്നെ. ഈ ഒരു കാരണത്താലാണ് ഇൻസ്റ്റന്റ്ലി പെർഫെക്റ്റ് സുസാനോ ആദ്യം തന്നെ കക്കാഷിക്ക് കാസ്റ്റ് ചെയ്യുവാൻ സാധിക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാമുയി എബിലിറ്റീസും ഉപയോഗിക്കുന്നതായി കാണാം. ഇനി നമുക്ക് ഇതിന്റെ അപ്പിയറൻസ് പറയുകയാണെങ്കിൽ വാറാർക്കിലാണ് ഫൈനൽ ബാറ്റിൽ എഗെയിൻസ്റ്റ് കാഗുയ ഔത്സുക്കി. കാഗുയ ആയിട്ടുള്ള ഫൈറ്റിലാണ് ഇത് കാണുന്നത്. ഒന്നോർക്കണം, ഈ ഒരു ടൈമിൽ ടീം 7 സാസ്കെ, സാക്കുറ, നറൂട്ടോ എല്ലാവരും തന്നെ ഒന്ന് ഓവർവെല്ലമായിട്ട് നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ കക്കാഷി നറൂട്ടോയ്ക്കും സാസ്കയ്ക്കും സപ്പോർട്ട് വേണമെന്ന് കാണുന്നുമുണ്ട്. ആ ടൈമിലാണ് ഒബിച്ചോയുടെ പവർ കിട്ടുന്നത്. ഈ ഒരു ടൈപ്പിൽ കക്കാഷി ആ ഒരു സുസാനോ യൂസ് ചെയ്യുന്നതായിട്ട് കാണുന്നു. ഈ ഒരു ഫോം എന്ന് പറയുന്ന സാധാരണ സുസാനോ യൂസേഴ്സിനെ പോലെ മറ്റേ ഹാഫ് റിപ്പ് കേജ് അല്ലെങ്കിൽ ആർമേഡ് അങ്ങനെയൊന്നുമില്ല. ഫസ്റ്റ് തന്നെ കാണിക്കുന്ന പെർഫെക്റ്റ് സുസാനോ ആണ്. കക്കാഷി സ്കിപ്സ് ഓൾ ലോവർ സ്റ്റേജസ്, ഇമ്മീഡിയറ്റ്ലി മാനിഫെസ്റ്റിംഗ് പെർഫെക്റ്റ് സുസാനോ. ഇനി പെർഫെക്റ്റ് സുസാനോയുടെ ഫീച്ചേഴ്സ് ഒക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ക്വിക്കായിട്ട് പറഞ്ഞു വിടുകയാണെങ്കിൽ ഫുള്ളി ആർമേഡ് ഹ്യൂമനോയിഡ് ഫോം ആയിരിക്കും ഇതിനുള്ളത്. വിങ്ഡ് ആയിട്ടുള്ള, അതായത് പറക്കുവാൻ സാധിക്കും, വിങ്ഡ് ആയിട്ടുള്ള ഒരു സുസാനോ ആണ്. ബ്ലൂ ചക്ര സ്ട്രക്ചർ ആയിട്ടാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. ഓഫ് കോഴ്സ് ഡ്യുവൽ കാമോയി എൻഹാൻസ്ഡ് വെപ്പൺസും കക്കാഷിക്ക് ഉണ്ടായിരുന്നു. ഇതൊരു ടോപ്പ് എസ്റ്റയർ സുസാനോ ഫ്രം ഇൻസ്റ്റന്റ് ആയിട്ടെന്ന് നിസ്സംശയം പറയുവാൻ സാധിക്കും. കക്കാഷിയുടെ സുസാനോ എബിലിറ്റീസ് ഇനി നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ കാമോയി ഷുരിക്കൻ സിഗ്നേച്ചർ മൂവ് ആണ്. അത് കണ്ടിട്ടുള്ളവർക്കറിയാം. ജൈൻ്റ് ആയിട്ടുള്ള ഷുരിക്കൻസ് കാമുയി ഇൻഫ്യൂസ് ആയിട്ട് അങ്ങ് ത്രോ ചെയ്യും. വിഷയം സാധനം. എനിത്തിങ് അതിനെ ഹിറ്റ് ചെയ്യുന്ന ഇൻസ്റ്റന്റ്ലി റാപ്ഡ് ഇൻറ്റു അനദർ ഡയമെൻഷൻ, വേറെ ഡയമെൻഷനിലേക്ക് അതിനെ പറത്തി വിടുമെന്ന് നിസ്സംശയം പറയാം. ഇതിന് ഡ്യൂറബിലിറ്റി നോ മാറ്റേഴ്സ് എന്ന് തന്നെ നിസ്സംശയം പറയാം. ഈവൻ കാഗുയയുടെ തന്നെ അറിയാലോ, കാഗുയയുടെ ബോഡി പാർട്സ് ഒക്കെ ഡിഫറെന്റ് അറ്റാക്ക് കൊണ്ട് ഡിഫറെന്റ് പാർട്സിലേക്ക് പോയിട്ടുണ്ട്. വൺ ഓഫ് ദി മോസ്റ്റ് ഹാക്സ് എബിലിറ്റീസ് ഇൻ നറൂട്ടോ തന്നെയാണ്. അണ്ടർ റേറ്റഡ് ആണ് ഇതൊക്കെ, വളരെ രീതിയിൽ അണ്ടർ റേറ്റഡ് ആണ്. ഇനി രണ്ടാമത്തെ എബിലിറ്റി എന്ന് പറയുകയാണ് ഇൻടാഞ്ചിബിലിറ്റി ആണ്. കാമോയി ഫേസിംഗ് എന്ന് നമ്മൾ പറയും. കക്കാഷി അറിയാലോ, അറ്റാക്സിന്റെ നടുക്കൂടെ ഫേസ് ചെയ്ത് പോകാൻ സാധിക്കും. സുസാനോ ഇൻടാഞ്ചിബിൾ ആണ്. അതായത് പാർട്സ് ഓഫ് സുസാനോ ഇൻടാഞ്ചിബിൾ ആയിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ളവരുടെ ഒഫൻസീവ് അറ്റാക്ക്, ആ ഒരു തരത്തിലുള്ള ഡാമേജ് ഒക്കെ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുവാനും സാധിക്കും. സോ ദിസ് മേക്സ് കക്കാഷി സുസാനോ എക്സ്ട്രീംലി ഹാർഡ് ടു ഹിറ്റ് എന്ന് നിസ്സംശയം പറയാം. മൂന്നാമത്തെ ഫ്ലൈയിങ് ആണ്. ഓഫ് കോഴ്സ് അൺലൈക്ക് മെനി സുസാനോ, കക്കാഷി ഹാസിന് വിങ്സ്, പറക്കുവാൻ സാധിക്കും. ഏരിയൽ മൊബിലിറ്റി എന്ന് പറയുന്ന ആ ഒരു സാധനം ഇതിന് കിട്ടും. അതോടൊപ്പം തന്നെ ഇതിന് ഹൈ സ്പീഡ് മൂവ്മെന്റും മിഡ് എയർ കോമ്പാക്റ്റും കൂടെ തന്നെ ലഭിക്കുന്നതാണ്. ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് നമുക്ക് ചക്ര വെപ്പൺസും ഡിഫെൻസീവ് എബിലിറ്റീസും പറയാം. ജൈന്റ് സ്വോർഡ്സ് ആണ് ഇതിന് കിട്ടുന്നത്, എൻഹാൻസ്ഡ് വിത്ത് കാമോയി. സോ ഈ ഒരു ചക്ര വെപ്പൺസ് ഹൈലി ഡിസ്ട്രക്റ്റീവ് കേപ്പബിലിറ്റി ആണ് കക്കാഷിക്ക് കൊടുക്കുന്നത്. ഇനി ഡിഫൻസ് എടുത്ത് നോക്കിയാലോ,
സുസാനോടെ തന്നെ ഡ്യൂറബിലിറ്റി പെർഫെക്റ്റ് ആയിട്ട് തന്നെയുണ്ട്. അതേപോലെ തന്നെ ഇൻടാഞ്ചിബിലിറ്റി, അതായത് അതിൻ്റെ ദേഹത്ത് തൊടാൻ പറ്റത്തില്ല. ആ ഒരു ഇൻടാഞ്ചിബിൾ പവർ ബാക്കിയുള്ള അറ്റാക്കിനെ എല്ലാം എന്താ പറയുക ധൂളിക്ക് സമമാക്കും. ഇതൊക്കെ കൊണ്ടുള്ള ഒരു റീസൺ കൊണ്ട് തന്നെ ആയിരിക്കണം വൺ ഓഫ് ദി മോസ്റ്റ് ബാലൻസ്ഡ് സുസാനോ എവർ എന്ന് നാറൂട്ടോ ഡേറ്റ ബുക്ക് അടിവരയിട്ട് പറയുന്നത് കക്കാഷിയുടെ സുസാനയെ പറ്റിയാണ്. ഇനി കാഗുയ ആയിട്ടുള്ള പെർഫോമൻസ് എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ കാഗുയ ഔട്ട്സുസുക്കി ഏതാ ലെവലെന്നറിയാലോ, ഗോട്ടയർ ആണ്. സോ കക്കാഷി സുസാനോ ഡയറക്ട്ലി കാഗുയനെ ഹിറ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ ഡിഫൻസിനെ എല്ലാം തന്നെ കട്ട് ചെയ്യുന്നുണ്ട്. നാറൂട്ടോയും സാസ്കെയും സ്ട്രാറ്റജിക്കലി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ആ ഒരു ഫൈറ്റിനെ അതിന്റെ മൊമെന്റം തന്നെ തിരിച്ചു വിടുന്നുണ്ട് ഈ ഒരു പെർഫോമൻസ്. ഒരു ബ്രീഫ് മൊമെന്റിലേക്ക് കക്കാഷി ബിക്കംസ് എ ടോപ്പ് ടയർ ബാറ്റിൽ ഫീൽഡ് ത്രെട്ട് എന്ന് നിസ്സംശയം നമുക്ക് പറയുവാൻ സാധിക്കും. അതേപോലെ തന്നെ വൈ സോ സ്ട്രോങ്, കക്കാഷിയുടെ സുസാനോ എന്തുകൊണ്ട് ഭയങ്കര സ്ട്രോങ് ആയിട്ടെന്ന് കാണുന്നു. ഉച്ചിഹയുടെ വിഷ്വൽ പവേഴ്സ്, ഒബീറ്റോയുടെ കാമുയി അതായത് സ്പേസ് ടൈം നിഞ്ചിറ്റ്സു, അതോടൊപ്പം തന്നെ 6 പാത്ത് ചക്രയും ഇതും കൂടെ കോമ്പൈൻ ചെയ്യുമ്പോൾ കിട്ടുന്ന പവർ എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ തന്നെയാണ്. എ ഹാക്സ് ബേസ്ഡ് സുസാനോ, നോട്ട് ജസ്റ്റ് ബ്രൂട്ട് ഫോഴ്സ്. ഇനി ലിമിറ്റേഷൻസ് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയുവാൻ സാധിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഈ ടെമ്പററി പവർ ആണ്. ഇത് സത്യം പറഞ്ഞാൽ പെർമനൻ്റ് അല്ല. ഒബീറ്റോ സ്പിരിറ്റ് മെർജ് ചെയ്യുന്ന ആ ഒരു ബ്രീഫ് പോയിന്റ് ഓഫ് ടൈമിലേക്ക് മാത്രം കിട്ടുന്ന ഒരു ടെമ്പററി പവറാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ലിമിറ്റേഷൻ, പെർമനൻ്റ് അല്ല. അതുപോലെ തന്നെ എക്സ്ട്രീംലി ഹൈ ചക്ര കോസ്റ്റ്, 6 പാത്തിൻ്റെ ആ ഒരു ചക്ര ബൂസ്റ്റും കക്കാഷിയുടെ ചക്രയും എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ടാണ് ഇത്രയും രീതിയിൽ തന്നെ ഒപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഹൈ ചക്ര കോസ്റ്റ് ഇതിൻ്റെ ഒരു ലിമിറ്റേഷൻസ് ആയിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അതേപോലെ തന്നെ ഒബീറ്റോയുടെ ചക്ര ഫെയ്ഡ് ആവുമ്പോൾ ഒബ്വിയസ്ലി ഇതും ഡിസപ്പിയർ ആവും. അതായത് ബാറ്റിൽ കഴിയുമ്പോൾ കക്കാഷി ലോസസ് ഷെരിങ്കൻ പെർമനൻ്റ്ലി. ഇനി പവർ സ്കെയിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കക്കാഷിയുടെ സുസാനോ എന്ന് പറയുന്നത് നോട്ട് ദി മോസ്റ്റ് ഡ്യൂറബിൾ, മാദ്രയുടെയാണ് ഏറ്റവും ഡ്യൂറബിൾ ആയിട്ട് നാറൂട്ടോ ഡേറ്റ ബുക്ക് പറയുന്നത്. രണ്ടാമത് നോട്ട് ദ ബിഗ്ഗസ്റ്റ്, ഓഫ് കോഴ്സ് മാദ്രയുടെയും സാസ്കയുടെയാണ് ഡേറ്റ ബുക്ക് അനുസരിച്ച് ഏറ്റവും വലുത് എന്ന് അടിവരയിട്ട് പറയുന്നത്. ബട്ട് വൺ ഓഫ് ദി മോസ്റ്റ് ഡേഞ്ചറസ് സുസാനോ എന്ന് നിസ്സംശയം പറയാൻ പറ്റുന്നതാണ് കക്കാഷിയുടെ. അതിന് ഏറ്റവും വലിയൊരു കാരണം എന്ന് പറയുന്നത് ഈ കാമുയി ബൈപ്പാസ് ആണ്. ഡിഫൻസും ഒഫൻസും അന്യായം. സോ ഒരു ഫൈനൽ ലൈനിൽ എന്ന രീതിയിൽ നമ്മുടെ രീതിയിൽ പറയുകയാണെങ്കിൽ ബാക്കിയുള്ളവരുടെ സുസാനോ ബാക്കിയുള്ള എനിമീസിനെ ഓവർ പവർ ചെയ്യാനാണ് നിൽക്കുന്നതെങ്കിൽ കക്കാഷി യൂസ് ചെയ്തത് അവരെ ഇറേസ് ചെയ്യാനാണ്, എക്സിസ്റ്റൻസിൽ നിന്ന് തന്നെ ഇല്ലാതാക്കാൻ. സോ ഇത്രയൊക്കെയാണ് നിലവിൽ നമുക്ക് നാറൂട്ടോ ഡേറ്റ ബുക്കിൽ നിന്ന് കക്കാഷിയുടെ ആ ഒരു സുസാനയെ പറ്റി, പെർഫെക്റ്റ് DMS സുസാനയെ പറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇതിൽ പറയാതെയോ അല്ലെങ്കിൽ സീരീസിൽ കണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ഡൗൺ ബിലോ. അടുത്തൊരു നാറൂട്ടോ റിലേറ്റഡ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബോയ്സ് ഇൻ നെക്സ്റ്റ് വീഡിയോ. ടാറ്റാ ഗൈസ്. I told you long ago